വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണോ. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇതൊരു നൈറ്റിയും എടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നൈറ്റി ആണോ എന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും. സത്യത്തിൽ ഇതൊരു നൈറ്റി ആട്ടോ. കാരണം നല്ലൊരു അടിപൊളി കളറും ഫ്രണ്ടിൽ ഒരു ഇച്ചിരി വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നൈറ്റി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. നൈറ്റി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടോപ്പാണ് ഇന്ന് ചെയ്യാൻ പോകണേട്ടോ. അപ്പോൾ കിടിലൻ ടോപ്പാണ്. ഇത് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കണം. ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു നൈറ്റി എന്ന് തോന്നിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാം. സാധാരണ ഒരു നൈറ്റി ആണ് ഇതിൽ വർക്കും കാര്യങ്ങളും ഉള്ളത്. ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രമാണ്, വേറെ എവിടെയും ഒരു വ്യത്യാസമല്ല. അപ്പോൾ നമ്മളിതിൽ ചെറിയ ചേഞ്ചസേ വരുത്തുന്നുള്ളൂ. നമുക്കൊരു ബോഡി പാർട്ടൊന്ന്, ഈ ഒരു വർക്ക് ഞാൻ കളയുന്നില്ല, അപ്പോൾ ഒരു ബോഡി പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വർക്ക് അതുപോലെ തന്നെ നിർത്തിയിട്ട് സെൻറ്ററിൽ ഒരു ഇച്ചിരി പ്ലീറ്റ് ഇടാന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ബാക്കി നെക്കിലൊന്നും ചെയ്യുന്നില്ല. സ്ലീവ് നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട്, കാരണം എൻ്റെ സൈസിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ നിങ്ങളുടെ സൈസിലേക്ക് ആക്കാം. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഐറ്റം മാത്രമേ ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ലേസാണ്, എനിക്ക് തോന്നുന്നു 20 റുപ്പീസ് എന്ന് തോന്നുന്നുണ്ട് ഒരു മീറ്ററിന്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പണ്ട് നമ്മുടെ എന്താ കൊളവാഴപ്പൂവ് എന്നൊക്കെ പറയും, ആ ഒരു കളറാണ് ഈ ഒരു നൈറ്റി. പ്ലസ് ഒരു വൈറ്റ് കളറിലുള്ള ലേസുമാണ് നമ്മൾ വെക്കണേ. അപ്പോൾ സ്ലീവൊക്കെ ഞാനിതാ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു അളവുകൾ മാത്രമേ വേണ്ടുള്ളൂ. ആദ്യം തന്നെ എൻ്റെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് അടക്കം 7 ഇഞ്ചായിട്ടും എടുക്കാറ്. അപ്പോൾ ആ ഒരു 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 7 ഇഞ്ചിൽ ഒരു 1/2 ഇഞ്ച് കൂടുതലുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാനത് കട്ട് ചെയ്ത് കളയാണ്, കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോൾഡർ ഇറങ്ങിയതുപോലെ ആവും. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നോക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് കൈക്കുഴി 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇതാ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, എനിക്കൊരു കട്ടിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കട്ടിങ് വരുന്നത് 15 ഇഞ്ചിലാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ആ ഒരു കട്ടിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ, അപ്പോൾ 15 ആണെങ്കിൽ പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 16 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അളവുകളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഇതൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അതിനുശേഷം നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിവിജയകരമായി നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നെക്കോ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. ജസ്റ്റ് നമ്മുടെ ഒരു ഷേപ്പിലേക്ക് ഇതിനൊന്ന് ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് എന്താ വീഡിയോ ഇടാത്ത എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടും കൂടെ ആണിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നപ്പോൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി താഴത്തെ പോർഷൻ ചെയ്യാം. താഴത്തെ പോർഷൻ ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു കട്ടിങ്ങിൻ്റെ അവിടുന്ന് താഴോട്ട് എത്ര നീളമാണോ വേണ്ടത് വെച്ചാൽ അത്ര എടുക്കുക. ഞാനിപ്പോൾ ഒരു 28 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി എടുക്കുന്നില്ല, ചെറിയൊരു പീസ് മാത്രമേ വേസ്റ്റ് ആവുന്നുള്ളൂ. ഇനി ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ എടുക്കാം. പക്ഷേ എനിക്ക് ആ ഒരു പ്ലീറ്റ് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ലെങ്ത്ത് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ 2 പീസാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ജസ്റ്റ് നമുക്ക് അറിയാമല്ലോ, റെഡിമെയ്ഡ് നൈറ്റി ആയതുകൊണ്ട് തന്നെ തുന്നെടുത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചു തരാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പൊന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല ഭാഗം നമുക്കൊന്ന് മേലേക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ താഴത്തെ പോർഷൻ, അതായത് സ്കേർട്ടിൻ്റെ ഭാഗത്തെ പോർഷൻ നമുക്കൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തയ്ച്ച് വരിക. സെൻട്രലായിട്ട് നമ്മളൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം കേട്ടോ, 2ൻ്റെയും. എന്നാലാണ് നമുക്ക് ആ ഒരു പ്ലീറ്റ് ഇടേണ്ട ഭാഗം മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഫുൾ ഇതുപോലെ ഒന്നിങ്ങനെ ജോയിൻ ചെയ്തിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഈസിയാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രം മതി. ഇനി നമുക്ക് സ്ലീവും കൂടെ നമ്മുടെ അളവിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ലെങ്ത് ഒന്നും കട്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു കൈക്കുഴി 7 ഇഞ്ച് മാർക്ക് ചെയ്തു, 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട്. സാധാരണ 1 ഇഞ്ചാണ് ഇടാറ്. ഞാനത് 1.5 ഇട്ടെന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണ്ടത് അത്ര ഇടാം. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ സ്ലീവും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്ലീവിലൊക്കെ ഞാൻ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലേസ് എത്ര വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചാൽ നമുക്ക് ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കണം. പക്ഷേ ഈ ഒരു 2 കളേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ വല്ലതൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 3 ലെയറായിട്ടോ 2 ലെയറായിട്ടോ ഒക്കെ വേണമെങ്കിൽ വെക്കാം. അത് നിങ്ങളുടെ കയ്യിൽ എത്ര ലേസ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ 2 ലെയറായിട്ട് വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് അറ്റാച്ച് ചെയ്യണം കേട്ടോ, കാരണം നമുക്ക് നെക്കും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഫസ്റ്റ് സ്ലീവ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോഡിയുടെ നല്ല വശം എടുത്തിടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശം കൂടെ വെച്ചിട്ട് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഒത്തിരി കൂട്ടുകാർ വാട്സാപ്പിലും കമൻറ്റായിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു, എന്താ പുതിയ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒത്തിരി വീഡിയോസായിട്ട് വീണ്ടും വരും. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലേക്കൊന്ന് നമ്മുടെ ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, അതായത് സ്ലീവിൻ്റെ എൻഡിൽ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലെയർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് നോക്കാം. ഞാൻ 2 ലൈനായിട്ട് തയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലേസ് വിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ചെയ്യുമ്പോൾ നല്ല
ക്വാളിറ്റിയോട് കൂടി ചെയ്യാം. അപ്പോൾ 2 ലെയറാണ് കേട്ടോ ഞാൻ വെക്കണത്. എൻ്റെ അത്ര ലേസ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി താഴത്തെ ഭാഗത്തും കൂടെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 2 ലെയറായിട്ടാണ് വെക്കണത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്യണം. അതിൻ്റെ എൻഡിൽ നമുക്ക് ലേസ് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ബോഡി പാർട്ടുകളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണ്ടേ, താഴത്തെ ഒരു സ്കേർട്ടിൻ്റെ പോർഷനും മേലത്തെ ഭാഗം. അപ്പോൾ സെൻറ്ററിൽ രണ്ടിൻ്റെയും സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വളരെ കുറച്ച് പ്ലീറ്റ്സാണ് അവിടെ ഇടാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു അടയാളത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ആ സെൻറ്റർ വെച്ചിട്ട് ബാക്കി ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് പ്ലീറ്റ് ഇടാൻ. അപ്പോൾ കുഞ്ഞു പ്ലീറ്റ് സെൻറ്ററിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് വെക്കണം. സെൻറ്ററിൽ എത്തുമ്പോൾ ആ ഒരു കട്ടിങ് ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒരു 3 പ്ലീറ്റ്സ് അല്ലെങ്കിൽ ഒരു 4 പ്ലീറ്റ്സ് അത്രയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. കാരണം നൈറ്റി അല്ലേ, പക്ഷെ അതൊരു രസമാണ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതുപോലെ നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യുക, തിരക്ക് പിടിക്കണ്ട. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതൊന്ന് നമുക്ക് ചെയ്തെടുത്തിട്ട് കാണാം. അപ്പം നിങ്ങൾ എന്നെ പോലെ നല്ല ക്ഷമയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ മെല്ലെ സാധനം ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി പ്ലീറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കും കൂടെ ഒന്ന് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ ഒരു ഡ്രസ്സിൻ്റെ താഴ്ഭാഗം അവിടെയും കൂടെ നമ്മളൊന്ന് ലേസ് വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ സൈഡൊക്കെ ജോയിൻ ചെയ്യും. എപ്പോഴും ലേസ് വെക്കുമ്പോൾ 2 അടി അടിച്ചു കൊടുത്തോ പിശുക്കണ്ട. അപ്പോൾ നല്ല ഇച്ചിരി ഉറപ്പിലൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഈ ടോപ്പിൻ്റെ നല്ല വശങ്ങളുടെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കൈയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് നേരെ ഒരു അടി അടിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിട്ടുള്ള അത്ര തന്നെ വെച്ചിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ ലൂസാക്കാനും ഷേപ്പാക്കാനും ഒന്നും നിൽക്കണ്ട, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കാണണം. കാരണം ഞാനിത് ആദ്യം ഹാങ്കറിൽ ഇട്ടിട്ടൊരു വീഡിയോ എടുത്തപ്പോൾ വളരെ വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇട്ടിട്ട് കാണുമ്പോൾ അടിപൊളിയായിരുന്നു ഗൈസ്, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു കളറിൻ്റെയും ആ ഒരു പാറ്റേണും ഒക്കെ കൂടെ കലർന്നിട്ടൊരു അടിപൊളി സാധനമായിരുന്നത്. അപ്പോൾ അത് ഇട്ടിട്ട് തന്നെ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുത്തുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു എടുത്ത ഒരു വീഡിയോ ഇതിൻ്റെ താഴെ ലാസ്റ്റിലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വൃത്തികെട്ട വീഡിയോ എന്ന് പറഞ്ഞില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ഭാഗം. കാരണം ഹാങ്കറിലായതുകൊണ്ട് അത്ര ഭംഗി തോന്നിയില്ല. ഉള്ളത്തിൽ നിന്ന് കുറച്ച് വൃത്തിയുള്ളത് നോക്കിയിട്ട് കേട്ടോ ഞാൻ എടുത്ത ഒരു പ്ലീറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോലെ ലൈക്ക് ഇടാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. നമ്മളെ വീഡിയോസൊക്കെ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കണ്ടില്ലേ നല്ല അടിപൊളി കളറല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ടിരിക്കുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.